ഇത് ഞങ്ങളുടെ കേശുവാസരത്തുള്ള സുൽത്താൻ മെഡിക്കൽസ്. ഇത് ഞങ്ങൾ ഇടയ്ക്കൊക്കെ മരുന്ന് മേടിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരു പാർട്ടി ഉണ്ട്. പുള്ളി ഇപ്പോൾ ഏതാണ്ട് ഞാനേതാണ്ട് പ്രഷറിൻ്റെ മരുന്ന് മറ്റോ പറഞ്ഞ് എവിടെ മുങ്ങി നടക്കും മനുഷ്യൻ. നിങ്ങളുടെ പേര് പറ. കെ വിനോദ് കുമാർ എന്നാണ് എൻ്റെ പേര്. കെ വിനോദ് കുമാർ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഈ ഫാർമസിസ്റ്റാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഓണർ ആരാണ്? സലീം എം കബീർ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഈ ഞങ്ങളുടെ വൈസ്മൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഇതുമായിട്ടാണ് ഞാൻ ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഇതായിട്ട് കുറേ റിസർച്ചൊക്കെ അറിയാമല്ലോ നമ്മൾ പണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പം പ്രധാനമായിട്ട് പല സബ്ജക്റ്റുകളുണ്ട്. കെയർ ദ ഏജ്ഡ്, പിന്നെ ഹീൽ ദ വേൾഡ്, പിന്നെ വിമൻ എംപവർമെൻറ്റ്, ഗോ ഗ്രീൻ. അപ്പോൾ ഇതിനകത്ത് കെയർ ദ ഏജ്ഡിൽ നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3-4 വർഷം എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഹീൽ ദ വേൾഡ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ്, അതും ചെയ്തിട്ടുണ്ട്. ഗോ ഗ്രീൻ എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ കൊണ്ട് തൈ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളെല്ലാവരും ഈ കടക്കാരെല്ലാവരും കൂടെ അത് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വിമൻ എംപവർമെൻറ്റ് അതിലാണ് ഇച്ചിരി ഒരു ശ്രദ്ധ ചെലുത്തേണ്ടത്. വിനോദം എങ്ങനെയാണ് ഈ വിമൻ അതായത് സ്ത്രീകളെ എങ്ങനെ നമുക്ക് മുകളിലേക്ക് ഉയർത്താം? ഈ സ്ത്രീകളെ സംബന്ധിച്ച് സാർ നമ്മുടെ ഓണർ പറയുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീയോ എവിടെയെങ്കിലും അവർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അവരവിടെ എത്തിക്കുകയും മെഡിസിൻ അവിടെ എത്തിക്കുന്നത് മാത്രമല്ല, വണ്ടിയിൽ വന്നാൽ പോലും നമ്മൾ റോഡിന് അപ്പുറത്ത് ക്രോസ് ചെയ്ത് കൊടുക്കുക. അത് സ്ത്രീകൾക്ക് കൊണ്ട് കൊടുക്കുന്നത്, അതായത് സ്ത്രീകൾക്കുള്ള സേവനം നമ്മൾ കൊടുക്കുന്നത്. അതല്ല, വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് നമ്മൾ തൊഴിൽ സാധ്യതകൾ ഇപ്പം ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. അതാണ് എനിക്കറിയുന്നത്. ഇവിടെ കണ്ടിട്ടുണ്ട് കൊച്ചു പിള്ളേരെ അവിടെ. അതാ ഞാനും ആലോചിക്കുന്നത്, എങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു ശ്രീകൃഷ്ണനായിട്ട് ഇവിടെ നിൽക്കുന്നതെന്നുള്ളൂ. വിനോദിന്റെ വിക്കറ്റ് വീണു. അല്ല, അതൊരു നല്ല പ്രവൃത്തിയാണ്. നിങ്ങളുടെ സ്ഥാപന മുതലാളിയും നിങ്ങളും എല്ലാം ചെയ്യുന്നത് അത് നല്ലൊരു കാര്യമാണ്. അല്ല, അതെല്ലാം വിമൻ എംപവർമെന്റ് അല്ലേ? അവരുടെ കുടുംബം പുലർത്താനായിട്ട് എല്ലാം ചെയ്യുന്നു അല്ലേ? അപ്പം നമ്മൾ മുകളിലോട്ട് ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ വിമൻ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ശരിയല്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളെ അതിജീവിച്ച് വളരെ നല്ല രീതിയിലെത്തിയേ. അതുപോലെ പല ആൾക്കാരും കാണും അല്ലേ? ആനി മസ്ക്രീൻ അല്ലേ? പിന്നെ നമ്മുടെ ഗൗരി അമ്മ അല്ലയോ? അതുപോലെ ആരുടെ പേര് പറയാനൊന്നും ഓർത്ത് അല്ലുണ്ടോ? കസ്റ്റമർ വന്നു. വനിതയായിട്ടുള്ള ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പണിയാവും. നമ്മുടെ വീണ ജോർജ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള മറ്റേ കോവിഡിൻ്റെ സമയത്ത് കേരളത്തെ മുഴുവൻ രക്ഷിച്ച ശൈലജ ടീച്ചർ. എല്ലാം സ്ത്രീകളല്ലേ? രാഷ്ട്രീയപരമായിട്ട് പല വ്യത്യാസങ്ങളും കാണും, എന്നാലും അതെ ഇപ്പോഴും ഉണ്ടല്ലോ ബിന്ദു കൃഷ്ണ അല്ലേ? അപ്പം ഇവരുടെ എല്ലാം ഉന്നമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? അവരുടെ കുടുംബത്തിൽ നിന്നല്ലേ? അവരുടെ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ടല്ലേ? അതുപോലെ നമ്മളൊരു സ്ഥാപനത്തിൽ എടുക്കുന്നതുകൊണ്ടല്ലേ അല്ലേ? അപ്പം എന്തായാലും ഇത് ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ ഇപ്പം നിങ്ങളുടെ ഇവിടെ എല്ലാ തരത്തിലുള്ള മരുന്നുകളും ഉണ്ടല്ലേ? ഈ സ്ഥാപനത്തിൻ്റെ പേരെന്തോ? സുൽത്താൻ മെഡിക്കൽ പ്ലസ്. അപ്പം ഇവിടെ എല്ലാ ഡയബറ്റിക്സ്, പ്രഷർ എല്ലാത്തിൻ്റെയും ഉണ്ട്. നമ്മുടെ ഓങ്കോളജി മെഡിസിൻ വരെ ഉണ്ട്. ഓ, വെരി ഗുഡ്. എനിക്ക് ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അതെന്തോ ക്യാൻസറിൻ്റെ ചാരിറ്റി അടിച്ചാൽ അതെനിക്കറിയാം. എന്തോ ഇവിടെ ഒരു ബോക്സ് കണ്ട് വെച്ച് അതൊക്കെ തിരിച്ച് ആളുകൾ ISROയുമായിട്ട് ഞങ്ങൾക്കൊരു ടൈപ്പ് ഉണ്ട്. ഓ, വെരി ഗുഡ്. ISROയുടെ ക്ലൈൻ്റ് എല്ലാം ഞങ്ങളാണ് ചെയ്യുന്നത്. വെരി ഗുഡ്. നമ്മുടെ സമയം കഴിഞ്ഞു പോകുന്നു, എന്നാലും കുഴപ്പമില്ല. കാര്യം വിനോദ് പറയുന്നതെല്ലാം വളരെ വാല്യൂ ആഡഡ് സാധനമാണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ നല്ലതാണ്. പ്ലസ് ഈ വനിതകളെ നമ്മൾ വിമൻ എംപവർമെന്റ് അവർക്ക് 6 പേർക്ക് തൊഴിൽ കൊടുക്കുന്നു, ചെയ്ത് കൊടുക്കണം. അത് നല്ല കാര്യമാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.